ക്യൂബർക്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്നത് PSC മുൻ വർഷങ്ങളിൽ നടത്തിയ ചോദ്യപേപ്പറിൽ നിന്നും ഇംഗ്ലീഷ് എന്ന ഭാഗത്തു നിന്നും ചോദിച്ച ചോദ്യോത്തരങ്ങൾ മാത്രമാണ്. 2 ചോദ്യപേപ്പറുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിലാദ്യം പോലീസ് കോൺസ്റ്റബിൾ എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ്. എക്സാം ഡേറ്റ് 26/9/2013. ഇതിലെ ഇംഗ്ലീഷ് എന്ന പോർഷൻസ് നമുക്ക് നോക്കാം. ആദ്യത്തേത് ദ മീനിങ് ഓഫ് പ്രൊക്ലൈം. ഓപ്ഷൻസ്: refusing to obey, extremely cruel, announce something, shock deeply. ആൻസർ എന്ന് പറയുന്നത് announce something. The meaning of proclaim. ആൻസർ announce something. രണ്ടാമത്തെ ചോദ്യം a regional variety of a language. ഓപ്ഷൻസ്: linguist, dialect, bilingual, proceed. ആൻസർ dialect. A regional variety of a language. ആൻസർ ഓപ്ഷൻ ബി ആണ്, dialect. മൂന്നാമത്തെ ചോദ്യം it was dash anonymous decision. ഓപ്ഷൻസ്: an, the, a, on. ആൻസർ ഓപ്ഷൻ സി, a. It was a anonymous decision. നാലാമത്തെ ചോദ്യം സച്ചിൻ ഈസ് എ ഗ്രേറ്റ് പ്ലെയർ ഡാഷ് ദ വേൾഡ് ക്രിക്കറ്റ് പ്ലെയേഴ്സ്. ഓപ്ഷൻസ്: എമംഗ്, ബിറ്റ്വീൻ, ഓൺ, ഇൻ. ആൻസർ ഓപ്ഷൻ എ, എമംഗ്. സച്ചിൻ ഈസ് എ ഗ്രേറ്റ് പ്ലെയർ എമംഗ് ദ വേൾഡ് ക്രിക്കറ്റ് പ്ലെയേഴ്സ്. അടുത്ത ചോദ്യം ദ ഹൗസ് ഡാഷ് ദേ ലിവ്ഡ് ഇൻ വാസ് ഡിസ്ട്രോയിഡ് ബൈ ദ ഫ്ലഡ്സ്. ഓപ്ഷൻസ്: ഹൂസ്, ഹൂം, ഹൂ, വിച്ച്. ആൻസർ വിച്ച്. ദ ഹൗസ് which they lived in was destroyed by the floods. അടുത്ത ചോദ്യം she did not know how to dash all her difficulties. Options: put on, called on, get over, look after. Answer: get over. She did not know how to get over all her difficulties. അടുത്ത ചോദ്യം the correctly spelled word. അതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കമൻസ് എന്ന വേർഡാണ്. അതിൻ്റെ ആൻസർ COMMENCE, കമൻസ്. COMMENCE, കമൻസ് എന്ന വേർഡിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. അടുത്ത ചോദ്യം ഗുഡ് ഡാഷ് മേക്ക് ഗുഡ് നൈബേഴ്സ്. ഓപ്ഷൻസ്: വാല്യൂസ്, ഡ്രീംസ്, ഫെൻസസ്, ഷെയറിംഗ്. ആൻസർ ഓപ്ഷൻ സി, ഫെൻസസ്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. അടുത്ത ചോദ്യം ദ പ്ലൂറൽ ഫോം ഓഫ് നെബുല. NEBULA. ഓപ്ഷൻസ്: നെബുലസ്, നെബുല, നെബുലൈ, നെബുലേ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, നെബുലേ. NEBULAE. ദ പ്ലൂറൽ ഫോം ഓഫ് നെബുല. NEBULA. നെബുലയുടെ പ്ലൂറൽ ഫോം NEBULAE ആണ് ആൻസർ. അടുത്ത ചോദ്യം സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ. ഓപ്ഷൻസ്: ഡെമോഗ്രഫി, ഫിലോളജി, എൻറ്റമോളജി, ഡെർമറ്റോളജി. ആൻസർ എന്ന് പറയുന്നത് ഡെമോഗ്രഫി. സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ, ഡെമോഗ്രഫി. അടുത്ത ചോദ്യം ദ പാസീവ് ഫോം ഓഫ് റൈസ് യുവർ ഹാൻഡ്സ്. ഓപ്ഷൻസ്: ഹാൻഡ്സ് റൈസ്ഡ് ബൈ യു, ലെറ്റ് യുവർ ഹാൻഡ്സ് ബി റൈസ്ഡ്, ലെറ്റ് റൈസ്ഡ് യുവർ ഹാൻഡ്സ്, ലെറ്റ് ഹിം റൈസ് ഹിസ് ഹാൻഡ്. ആൻസർ ഓപ്ഷൻ ബി, ലെറ്റ് യുവർ ഹാൻഡ്സ് ബി റൈസ്ഡ്. അടുത്ത ചോദ്യം കോൾ ദ വിറ്റ്നസ്, സെഡ് ദ ജഡ്ജ്. Change into indirect speech. Options: the judge ordered them to call the witness, the judge ordered them to called the witness, the witness was called by the judge ordered to present the witness. Answer option A ആണ്, the judge ordered them to call the witness. അടുത്ത ചോദ്യം few cities in the world are
dash than New Delhi. Options: big, biggest, bigger, best. Answer option C, bigger. Few cities in the world are bigger than New Delhi. അടുത്ത ചോദ്യം, we usually dash early and go for a walk. Options: get up, got up, have got up, bright. Answer option A ആണ് get up. അടുത്ത ചോദ്യം, a dash of sailors. Options: gang, army, regiment, crew. Answer option D, crew. A crew of sailors. അടുത്ത ചോദ്യം, get the phone for me. എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്കാണ്. ഓപ്ഷൻസ്: വിൽ യു, ഷോൾ വി, ആം ഐ, വോണ്ട് യു. ക്വസ്റ്റ്യൻ ടാഗാണ് എഴുതേണ്ടത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, വിൽ യു. ദ ഫെമിനിൻ ജെൻഡർ ഓഫ് ബാച്ചിലർ. ഓപ്ഷൻസ്: സ്പിൻസ്റ്റർ, അബ്ബസ്, ബാരോൺസ്, ബ്രൈഡ്. ആൻസർ സ്പിൻസ്റ്റർ. അടുത്ത് പറയാൻ പോകുന്നത് 26/9/2015 PSC നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് പോർഷൻസ് മാത്രമാണ്. അതിൽ ചോദ്യോത്തരങ്ങൾ നോക്കാം. ആദ്യത്തേത്, ചൂസ് ദ കറക്റ്റ് ഫ്രൈസൽ വെർബ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദ സെൻറ്റൻസ്. ദ ഗവൺമെൻറ് ഈസ് ഷുവർ ടു ഡാഷ് ടാക്സസ് സൂൺ. ഓപ്ഷൻസ്: പുട്ട് അപ്പ്, പുട്ട് ഓഫ്, പുട്ട് അക്രോസ്, പുട്ട് ഇൻ. ആൻസർ പുട്ട് അപ്പ്. The government is sure to put up taxes soon. രണ്ടാമത്തെ ചോദ്യം, one word for collection and discussion of essays by several persons on a topic. Options: graphology, megalomania, emporium, symposium. Answer option D ആണ് symposium. Next question, choose the correct word to fill the blanks in the sentence. King Harishchandra was a dash ruler. Options: beneficent, benevolent, benefactor, beneficiary. Answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, benevolent. King Harishchandra was a benevolent ruler. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എൻ്റർപ്രന്യൂർ എന്നാണ് വേർഡ്. അതിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ENTREPRENEUR. എൻ്റർപ്രന്യൂർ. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ഇഡിയം ടു ഫിൽ ദ ബ്ലാങ്ക് ഇൻ ദ സെൻറ്റൻസ്. ഇറ്റ്സ് മിഡ് നൈറ്റ്, ടൈം ടു ഡാഷ്. ഓപ്ഷൻസ്: നിപ്പ് ഇൻ ദ ബഡ്, റെസ്റ്റ് ഓൺ ഓൺസ് laurels, hit the sack, take a back seat. Answer: hit the sack. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ ടു ഫിൽ ദ ബ്ലാങ്ക് ഇൻ ദ സെൻറ്റൻസ്. ഡാഷ് റോസ് ഈസ് ദ സ്വീറ്റസ്റ്റ് ഓഫ് ഓൾ ഫ്ലവേഴ്സ്. ഓപ്ഷൻസ്: എ, ദി, ആൻഡ് all of these. Answer ദി. ദി റോസ് ഈസ് ദ സ്വീറ്റസ്റ്റ് ഓഫ് ഓൾ ഫ്ലവേഴ്സ്. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് വെർബ് ടു ഫിൽ ദ ബ്ലാങ്ക് ഇൻ ദ സെൻറ്റൻസ്. ദ ഹൗസ് വിത്ത് ഇറ്റ്സ് കണ്ടൻസ് ഡാഷ് ഇൻഷുർഡ്. ഓപ്ഷൻസ്: വാസ്, വെയർ, ആർ, നൺ ഓഫ് ദീസ്. ആൻസർ വാസ്. ദ ഹൗസ് വിത്ത് ഇറ്റ്സ് കണ്ടൻസ് വാസ് ഇൻഷുർഡ്. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ് സെൻറ്റൻസ്. നോ വൺ സാറ്റ് ത്രൂ ദ ഫങ്ഷൻ. ക്വസ്റ്റ്യൻ ടാഗ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഡിഡ് ഹി, ഡിഡിൻറ്റ് ദേ, ഡിഡ് ഷീ, ഡിഡ് ദേ. ആൻസർ ഡിഡ് ദേ. അടുത്ത ചോദ്യം, ആർ ദ ഡോർസ് ഓപ്പൺ. ഹി സെഡ് ഡാഷ് ഈസ് ദ ഡയറക്റ്റ് സ്പീച്ച് ഓഫ്. ഓപ്ഷൻസ്: ഹി സെഡ് വെദർ ദ ഡോർസ് ആർ ഓപ്പൺ. ഹി ആസ്ക്ഡ് ദാറ്റ് ദ ഡോർസ് വെയർ ഓപ്പൺ. He asked whether the doors were open. He asked whether the doors are open. Answer: he asked whether the doors were open. അടുത്ത ചോദ്യം, ഗോപിക was singing the song.
is the active form of? Options: the song is being sung by Gopika, the song was being sung by Gopika, the song was sung by Gopika, the song is being sang by Gopika. Answer: the song was being sung by Gopika. അടുത്ത ചോദ്യം, which part in the following sentence is incorrect? Since I couldn't sleep, I got up and went to upstairs. Options: since I couldn't sleep, I got up and went to upstairs. Answer: went to upstairs. അടുത്ത ചോദ്യം, choose the sentence which has the correct order in the position of adverbs. Options: Mohan went to the office at 9 o'clock yesterday. Mohan went at 9 o'clock to the office yesterday. Mohan went at 9 o'clock yesterday to the office. Yesterday at 9 o'clock Mohan went to office. Answer: Mohan went to the office at 9 o'clock yesterday. അടുത്ത ചോദ്യം, choose the correct conditional sentence from the following. Options: if you buy a BMW car, it would cost you a lot of money. If you bought a BMW car, it will cost you a lot of money. If you buy a BMW car, it would have cost you a lot of money. If you had bought a BMW car, it would have cost a lot of money. Answer എന്ന് പറയുന്നത് if you had bought a BMW car, it would have cost a lot of money. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ആർ ഫോംഡ് ബൈ യൂസിങ് ടു ബിഫോർ ദ വെർബ് ബേസ്. ഓപ്ഷൻസ്: ജെറൻസ്, ഇൻഫിനിറ്റീവ്സ്, ആർട്ടിക്കിൾസ്, നൺ ഓഫ് ദീസ്. ആൻസർ: ഇൻഫിനിറ്റീവ്സ്. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ടെൻസ് ഫ്രം ദ ഫോളോയിങ്. ഐ ഡാഷ് ഓൾ ഓഫ് ഹാർഡീസ് നോവൽസ് ബൈ നെക്സ്റ്റ് ഇയർ. ഓപ്ഷൻസ്: ഷാൾ ബി റീഡിംഗ്, വിൽ റീഡ്, ഷാൾ ഹാവ് റീഡ്, ഷാൾ ഹാവ് ബീൻ റീഡിംഗ്. Answer: shall have read. I shall have read all of Hardy's novels by next year. അടുത്ത ചോദ്യം, choose the correct collective noun to fill the blank in the sentence. A large dash of policemen could be seen on the site. Options: mob, army, crew, posse. Answer: posse. P-O-S-S-E. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിനോണിം ഓഫ് RECLACITRANT? റീക്ലാറ്റിറൻറ്റ്. ഓപ്ഷൻസ്: റിപ്പീറ്റ്, ഡിസൊബീഡിയൻറ്റ്, ഫെയ്ത്ത്ഫുൾ, മോഡറേറ്റ്. ആൻസർ: ഡിസൊബീഡിയൻറ്റ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അന്റോണിം ഓഫ് അഫ്ലുവൻസ്? AFFLUENCE. അഫ്ലുവൻസ്. ഓപ്ഷൻസ്: നാച്ചുറൽ, എലിഗൻറ്റ്, പോവർട്ടി, ലിബർട്ടി. ആൻസർ: പോവർട്ടി. അടുത്ത ചോദ്യം, വിച്ച് വേർഡ് ഈസ് ദ ഓഡ് വൺ ഔട്ട് ഇൻ ദ ഗ്രൂപ്പ്? ഓപ്ഷൻസ്: കോംപ്ലിമെൻറ്റ്, അപ്പോയിൻമെൻറ്റ്, ഇൻവോൾവ്മെൻറ്റ്, അറേഞ്ച്മെൻറ്റ്. ആൻസർ: കോംപ്ലിമെൻറ്റ്. അടുത്ത ചോദ്യം, ആഡ് എ പ്രിപ്പോസിഷൻ ഫ്രം ദ ലിസ്റ്റ് ബിലോ ടു കംപ്ലീറ്റ് അപ്രോപ്രിയേറ്റ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. ദ ടു കാർസ് വെയർ ഇൻവോൾവ്ഡ് ഇൻ എ ഹെഡ് ഡാഷ് കൊളീഷൻ. ഓപ്ഷൻസ്: ബാക്ക്, അപ്പ്, ഓൺ, ഓഫ്. ആൻസർ: ഓൺ. ദ ടു കാർസ് വെയർ ഇൻവോൾവ്ഡ് ഇൻ എ ഹെഡ് ഓൺ കൊളീഷൻ. ഇന്ന് Q4 ക്വിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് PSC മുൻവർഷങ്ങളിൽ നടത്തിയ ചോദ്യ പേപ്പറിലെ ഇംഗ്ലീഷ് ചോദ്യോത്തരങ്ങൾ മാത്രമാണ്. ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ, പക്ഷേ 2 ചോദ്യ പേപ്പറുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. Q4 ക്വിസ് എന്ന ചാനലിൽ ഇടുന്ന ചോദ്യോത്തരങ്ങളും ടോപ്പിക്കുകളും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.